ഞങ്ങൾ ആരുടെയും വിമർശനത്തെ ഭയപ്പെടുന്നില്ല. വിമർശിക്കാനുള്ള അധികാരം ഓരോരുത്തർക്കുമുണ്ട്. ഞങ്ങൾ ആ വിമർശനത്തിൽ സത്തുണ്ടോ, ഞങ്ങൾ ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഞങ്ങൾ വിമർശനങ്ങളെ മുഴുവൻ തള്ളിക്കളയുന്നവരല്ല. ഞങ്ങൾ ശരിയായ നിലയിൽ വിമർശനങ്ങളെ കാണുകയും ശരിയായ നിലയിൽ ഉൾക്കൊള്ളേണ്ട വിമർശനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കാൻ പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ്റാണ്. എന്താണ് കാര്യം? വന്യമൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് എന്താ പെശക്? അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പെശകുണ്ടോ? ഞങ്ങൾ വിമർശിക്കുന്നവർ അതുകൂടി വ്യക്തമാക്കിയാൽ ഞങ്ങൾക്ക് വളരെ സാഹോദര്യത്തോടു കൂടി അതിന് മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ട് വിമർശിക്കുന്നവർ ഏത് വിഷയത്തിലാണ്, ഏതാണ് പ്രശ്നം, എന്താണ് വിഷയം? നമ്മുടെ കേരളത്തിൻ്റെ മലയോര മേഖല മുഴുവൻ വികസനോന്മുഖമാണ്. മലയോര ഹൈവേ, മലയോരത്തിൻ്റെ സമഗ്ര വികസനമാണ്. ഈ മലയോരമൊക്കെ പഴയ മലയോരമാണോ? വലിയ കാർഷിക മേഖലയായില്ലേ? കേരളത്തിൻ്റെ ഈ വനം കാണണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വരണം. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയൽ സംസ്ഥാനത്ത് നിന്ന് ഞാനിപ്പോൾ കുറ്റം പറയുന്നില്ല. വനം കാണണമെങ്കിൽ വനസംരക്ഷണം ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ നല്ല നിയന്ത്രണങ്ങളുണ്ട്. പരമാവധി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തടസ്സമല്ലാതെ സംസ്ഥാന ഗവൺമെൻറ് വനമേഖലയെ കാത്തുസൂക്ഷിച്ച് പ്രകൃതിയെ കാത്തുസൂക്ഷിച്ച് പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തി. ഇങ്ങനെ സംരക്ഷണം ഉറപ്പുവരുത്തുമ്പോൾ മനുഷ്യനെ സംരക്ഷിക്കണ്ടേ? ആ മനുഷ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അല്ലാതെ ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നം ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണത്തിൻ്റെ തകരാറ് കൊണ്ടല്ലല്ലോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആന ഇപ്പോൾ മലമ്പുഴയിലേക്ക് പോയത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഞ്ചേരിയിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ഒരു കാട്ടുപോത്ത് ചാടി, അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ വൈകല്യമാണോ? ഈ കാര്യങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കണ്ടേ? ശരിയായി പഠിക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ലേ പറയേണ്ടത്? ഇത് ഉടനടി രാജിവെക്കണം. ഒരു പന്നി മുറിയെ ചാടിയിരിക്കുന്നു, ഉടനടി മന്ത്രി രാജിവെക്കണം. ഇത്ര ബാലിശമായ അരാഷ്ട്രീയവാദികളുടെ സന്ദേശം ഉയർത്താനല്ലാതെ എന്തെങ്കിലും ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ ഇവരാരെങ്കിലും ഉണ്ടോ? UDF ഉണ്ടോ? കോൺഗ്രസ് ഉണ്ടോ? ഈ മലയോര മേഖല മുഴുവൻ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അവരെവിടെയെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കർഷക സംഘടനകളെല്ലാം യോജിച്ച് വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് ഓടിക്കാൻ ശബ്ദം ഉണ്ടാക്കുക, പടക്കം പൊട്ടിക്കുക, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, ജാഗ്രതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇവരാ വഴിക്കെങ്ങാനുണ്ടോ? ഇവർ ഏതെങ്കിലും വഴിക്ക് കാണുന്നുണ്ടോ? ഇങ്ങനെ പത്രാഫീസിൽ പോയി പത്രപ്രസ്താവന നടത്താനല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളെ കാത്തു സൂക്ഷിക്കണം. ജനങ്ങളുടെ ജീവൻ വളരെ വലുതാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവൻ വലുതാണ്. അങ്ങനെ കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള നടപടികളെക്കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കാൻ എന്തുകൊണ്ടാണ് വനങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന്, വനമുകളിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങി വരുന്നത്? എന്തുകൊണ്ട്? അത് സയൻറ്റിഫിക്കായി പഠിച്ച് മനസ്സിലാക്കി അത് വരാതിരിക്കാൻ നടപടി സ്വീകരിക്കണം. അതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക. ആനയ്ക്ക് ഒരുപാട് വെള്ളം വേണം. നമ്മൾ കണക്കാക്കുന്നതിൽ എത്രയോ ലിറ്റർ വെള്ളം കുടിക്കുന്നതാണ് ആന. അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ആന അലർട്ടാവും, പ്രത്യേകിച്ച് ചൂടുകാലമാകുമ്പോൾ. അതാ ഞാൻ പറഞ്ഞത്, ആന ഈ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു കാരണം ഈ ചക്കപ്പഴം പഴുക്കുമ്പോൾ ആന വരും. ഈ ശബരിമലയുടെ സീസൺ വരുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ അവർ കഴിച്ച ആഹാരത്തിൻ്റെ ബാക്കിയൊക്കെ വലിച്ചെറിയുമ്പോൾ ഉപ്പ് തിന്നാൻ താല്പര്യമുള്ളതാണ് ആന. അപ്പോൾ ഈ ശബരിമലയുടെ ഭാഗത്തേക്ക് ആന സഞ്ചരിക്കും കാടുകളിലൂടെ. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്, ഓരോ പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി പരിശോധിച്ചുകൊണ്ട് ഈ രംഗത്തെ പ്രഗത്ഭന്മാർ, ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും സയൻറ്റിഫിക്കായി പഠിച്ചുകൂടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കി ജനങ്ങളെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം. ഇപ്പോൾ അടിയന്തര നടപടികൾ എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് സംസ്ഥാന ഗവൺമെൻറ്, എനിക്ക് തോന്നുന്നത് വനം വകുപ്പ് മന്ത്രി ഇന്ന് തന്നെ അതിന് ബന്ധപ്പെട്ടവരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൽ ചർച്ച ചെയ്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. മരണപ്പെട്ടു പോയവർക്ക് ആശ്വാസം കൊടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. വനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം പണം. ഈ കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി കൊടുക്കണം.
BJPക്കാർ 50 ലക്ഷം ആവശ്യപ്പെടും, 50 ലക്ഷം കൊടുപ്പിക്കൂ. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയൂ, നിങ്ങളുടെ നിയമം കൊണ്ടാണിത്. അതാണ് പറയേണ്ടത് പിന്നെ ജനങ്ങളോട്. അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിയുന്നത്ര ഇനിയും കൃഷിക്കാരെ സഹായിക്കും. ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളോടൊക്കെ ഞങ്ങളുടെ ദുഃഖം ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശവവും എടുത്ത് ശവത്തോട് അനാദരവ് കാണിച്ച് മൃതദേഹത്തെ പരിഹസിച്ച ഈ കൂട്ടർ ജനങ്ങളുടെ മുമ്പാകെ പരസ്യമായി മാപ്പ് പറയണം.